സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം മാർച്ച് 15-ന് ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. ഷീജ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷീജ, വിശദാംശങ്ങൾ. വിനിഷ, പ്രധാനമായും സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ ഒരു ഗഡുവാണ് ഈ മാസം 15 മുതൽ വിതരണം ചെയ്യുമെന്നിപ്പോൾ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുന്നതായിരിക്കും. പതിവ് പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലുമായിരിക്കും പെൻഷൻ എത്തിക്കുക എന്നുള്ള കാര്യമാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏപ്രിൽ മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ഉറപ്പാക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു സാഹചര്യം അത് ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ അപ്പോഴും ഈ രീതിയിൽ പെൻഷൻ അടക്കമുള്ള സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ കൃത്യമായ രീതിയിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനു പുറമെ മറ്റൊന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഈ നികുതി കേന്ദ്രത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഞെരുക്കൽ തുടരുന്ന ഈ സാഹചര്യത്തിൽ നികുതി വിഹിതവും മറ്റു വരുമാനങ്ങളും നിഷേധിച്ചും അതിനൊപ്പം തന്നെ അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുവാദം തരാതെ ഞെക്കിക്കൊല്ലുക ഞെക്കിക്കൊല്ലാനുള്ള ഒരു ശ്രമം അത് തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തതിന്റെ പേരിൽ സാമ്പത്തിക വർഷാവസാനം എടുക്കാനുള്ള വായ്പയ്ക്കും കേന്ദ്രം തടസ്സമുണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നാലും ക്ഷേമ പെൻഷൻ അടക്കമുള്ള ജനങ്ങൾക്ക് ആശ്വാസകരമായ പ്രവർത്തനങ്ങളുമായി സംസ്ഥാനം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ശരി ഷീജ, മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും ക്ഷേമ പെൻഷനുകൾ ഈ മാസം 15-നകം നൽകി തുടങ്ങുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.